പ്ലസ് ടു ഫിസിക്സിലെ ഇമ്പോർട്ടൻറ്റ് ഗ്രാഫ്സ് ആണ്. പാർട്ട് 4 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഗ്രാഫാണ്. ഒറ്റ ഗ്രാഫ് പറയുന്നുള്ളൂ, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. LCRന്റെ ഫേസ് ഡയഗ്രം ആണ്. LCR ഒരു സർക്യൂട്ടിനകത്ത് ഇൻഡക്ടർ, കപ്പാസിറ്റർ, റെസിസ്റ്റൻസ് മൂന്നും കണക്ട് ചെയ്തു. LCRന്റെ ഫേസ് ഡയഗ്രം ആണ് പറയാൻ പോകുന്നത്. ആദ്യം നിങ്ങൾ വരയ്ക്കേണ്ടതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇവിടെ പറയാം. ആദ്യം നിങ്ങൾ എന്ത് വരയ്ക്കുക? ഒരു XY പ്ലെയിൻ വരയ്ക്കുക. ദെൻ ഇതാണ് നമ്മുടെ കറണ്ട്. കറണ്ടിലെ കൂടെ ആയിരിക്കും എന്ത് പറയുന്നത്? റെസിസ്റ്ററിലെ വോൾട്ടേജ് പോകുന്നു. ഓക്കെ. ദെൻ അവിടെ നിന്ന് 90 ബാക്കിലായിട്ട് ആര് വരിക്കുക? കപ്പാസിറ്റർ വരിക്കുക. അപ്പൊ കപ്പാസിറ്റർ എന്താ പ്രത്യേകത? കറണ്ട് ഫ്രണ്ടിലല്ലേ. അപ്പൊ ഇതാണ് കറണ്ട് ബാക്കിലായിട്ട് വോൾട്ടേജ് വരച്ചു, കപ്പാസിറ്റർ. ദെൻ ഇൻഡക്ടറിന്റെ വോൾട്ടേജ് ഫ്രണ്ടിൽ വരിക്കുക. അത് എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി ഫ്രണ്ടിൽ വരിക്കുക. കാരണം ഇൻഡക്ടറിൽ കറണ്ട് ബാക്കിലാണ്, വോൾട്ടേജ് ഫ്രണ്ടിലാണ്. ദെൻ ഇവിടെ നോക്കുക, റിസൾട്ട് വോൾട്ടേജ് ഇവിടെ വരിക്കും. അപ്പൊ ഞാൻ ഇവിടെ പറയുന്നു കപ്പാസിറ്റർ ആണ് കപ്പാസിറ്റർ വോൾട്ടേജ് ആണ് കൂടുതലെങ്കിൽ ഇതൊക്കെ റിസൾട്ട് വോൾട്ടേജ് ഇവിടെ വരയ്ക്കും. കണ്ടാ, ഇവിടെ വരച്ച മീനിങ് എന്താണ്? കപ്പാസിറ്റർ വോൾട്ടേജ് ആണ് കൂടുതൽ. ഇല്ല, ഇൻഡക്ടറിലെ വോൾട്ടേജ് ആണ് കൂടുതൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെ വരയ്ക്കുക? ഈ രണ്ട് പേർക്ക് ഇടയിലായിട്ട് വരയ്ക്കുക റിസൾട്ട് വോൾട്ടേജ്. ഓക്കെ. അപ്പൊ റിസൾട്ട് വോൾട്ടേജ് എവിടെ വരയ്ക്കുന്നുള്ള ഡൗട്ട് ക്ലിയർ ആണല്ലോ. അത് എന്താ ചെയ്യേണ്ടത്? ഒരു XY പ്ലെയിൻ. ഓക്കെ, ഒരു XY പ്ലെയിൻ എടുക്കുക. ദെൻ ഇതെന്താണ്? വോൾട്ടേജ്, കറണ്ട്, അതിന്റെ കൂടെ എന്ത് വരച്ചു? VR വരച്ചു. അതിന്റെ 90 ബാക്കിലായിട്ട് VC വരയ്ക്കുക. 90 ബാക്കിലായിട്ട് അടുത്ത് 90 ഫ്രണ്ടിലായിട്ട് എന്ത് വരയ്ക്കുക? VL വരയ്ക്കുക. അടുത്ത് VC ആണ് വലുതെങ്കിൽ നിങ്ങൾ ഇവിടെ എന്താ വരയ്ക്കേണ്ടത്? VC ആണ് വലുതെങ്കിൽ ഇതാണ് റിസൾട്ട് വോൾട്ടേജ്, VC വലുതാണെങ്കിൽ. ഓക്കെ. അല്ല, VL വലുതാണെങ്കിൽ ഇതാണ് റിസൾട്ട് വോൾട്ടേജ്. ഇത്രയേ ഉള്ളൂ ഫേസ് ഡയഗ്രാം. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ.